അഹമ്മദാബാദിലെ അപകടം നടന്ന ഹോസ്റ്റൽ പരിസരത്താണ് ആദിൽ പാലോട് ഉള്ളത്. ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ് ആദിൽ പാലോട്. അന്വേഷണ സംഘം അവിടെ എത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ എയർ ആക്സിഡന്റ് പരിശോധിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ്. വിമാനത്തിന്റെ ഭാഗങ്ങളൊക്കെ പരിശോധിച്ച് അന്വേഷണത്തിന്റെ പ്രാഥമിക നിഗമനങ്ങളിലേക്കൊക്കെ അവർക്ക് എത്തേണ്ടതുണ്ട്. ഈ ബ്ലാക്ക് ബോക്സ് കിട്ടിയതൊരു വലിയ കാര്യമാണ്. പക്ഷേ അതിൽ ഈ മെയ്ഡേ സന്ദേശത്തിനും അപ്പുറം മറ്റൊന്നുമില്ല എന്ന സൂചനകളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇനി പിന്നീട് അറിയൂ. DVR-ഉം കോക്പിറ്റ് വോയിസ് റെക്കോർഡറും ഒക്കെ ഡീകോഡ് ചെയ്യണം. അതിന് സമയമെടുക്കും. ആദിൽ പാലോട്, എന്താണ് നമുക്കിപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നും നൽകാനുള്ള വിവരങ്ങൾ? അതിൽ അരുൺകുമാർ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അരുൺകുമാർ പറയുന്നുണ്ടായിരുന്നു പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള മൃതദേഹത്തിനായുള്ള കാത്തിരിപ്പ്. അതിനേക്കാൾ വലിയ ഒരു വേദനയാണ് ഈ പരിസരവാസികളിൽ പലരും അനുഭവിക്കുന്നത്. ഈ ഭാഗത്തുകൂടി യാത്ര ചെയ്തവർ, ഈ ഭാഗത്ത് ജോലി ചെയ്തവർ പലരെയും കാണാനില്ല എന്നുള്ളതാണ് ബന്ധുക്കളുടെ പരാതി. അങ്ങനെ ബന്ധുക്കൾ പരാതിപ്പെട്ടാൽ ഈ DNA പരിശോധന, അവരുടെയൊക്കെ രക്തസാമ്പിളുകൾ ശേഖരിക്കുകയാണ്. അതിനുശേഷം ഇവിടെ നിന്ന് ലഭിച്ച മൃതദേഹ അവശിഷ്ടങ്ങളുമായി ആ DNA സാമ്പിളുകൾ ബന്ധം സ്ഥിരീകരിച്ച് വരികയാണെങ്കിൽ മാത്രം അവർക്ക് ഈ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ നൽകാം എന്നുള്ളൊരു തീരുമാനമാണ്. സ്വന്തം പ്രിയപ്പെട്ടവർ അവർ മരിച്ചിട്ടുണ്ടോ, ജീവനോടെയുണ്ടോ, എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഈ പ്രദേശവാസികൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൻ്റെ സമീപത്തൊക്കെ വന്ന് കണ്ണുനീർ വാർക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടു. എനിക്ക് തൊട്ടടുത്ത് നമ്മുടെ GD കണ്ണൻ പ്രസന്ന ദൃശ്യങ്ങളിലേക്ക് കാണിച്ചാൽ ഇവിടെ ഇപ്പോൾ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട് അരുൺകുമാർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണമാണ് എയർ ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടേത്. അല്പസമയം മുൻപാണ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ, നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ സൂം ചെയ്ത് കാണുന്നത് ഒരു വിമാനത്തിൻ്റെ ഒരു ഭാഗം അത് കത്തിക്കരിഞ്ഞ നിലയിൽ ഈ കെട്ടിടത്തിൻ്റെ താഴ്ഭാഗത്ത് കാണുന്നതാണ്. അത് ഈ അല്പം വ്യക്തത കുറവുണ്ടാകും. ഇവിടെയൊക്കെ എത്തി പരിശോധന നടത്തുകയാണ് ഉദ്യോഗസ്ഥർ എത്തി ടാർപോളിനിട്ട് മൂടിയിരിക്കുന്നത് വിമാനത്തിൻ്റെ ഒരു അവശിഷ്ടമാണ്. മാത്രമല്ല ഇവിടേക്ക് പൊതുജനങ്ങൾക്കോ മാധ്യമങ്ങൾക്കോ ഇനി പ്രവേശനം ഉണ്ടാകില്ല എന്നൊരു അറിയിപ്പ് കൂടി വരുന്നുണ്ട്. NSCയുടെ നേതൃത്വത്തിലുള്ള സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശദമായ പരിശോധനകൾ വേണ്ടിവരും. രാജ്യത്ത് കണ്ട ഏറ്റവും വലിയ രണ്ടാമത്തെ വിമാനാപകടമാണ് അഹമ്മദാബാദിലേത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു, എന്തൊക്കെയാണ് ഇതിൻ്റെ തെളിവുകൾ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയും തെരച്ചിലും ഇപ്പോഴും സ്ഥലത്തുണ്ട്. എയർ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. ഇന്നലെ NIA ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. സമാനമായി ഇന്നലെ കേന്ദ്ര സർക്കാർ തന്നെ ഒരു വിദഗ്ധ സമിതിയെ, ഉന്നതതല സമിതിയെ രൂപീകരിച്ചിരുന്നു. അവരും ഉടൻ തന്നെ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം ഇവിടെ നിന്ന് സ്വർണ്ണാഭരണങ്ങളും ബാഗുകളും പാസ്പോർട്ടുകളും ഒക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് ആരുടേതെന്ന് വ്യക്തമല്ല. നോബൽ പറഞ്ഞതുപോലെ ഇപ്പോൾ നരോദ പോലീസ് സ്റ്റേഷനിൽ അത് സൂക്ഷിച്ചിരിക്കുകയാണ്. ഓരോ ബോഡിയും ഐഡന്റിഫൈ ചെയ്ത ശേഷം അതിന് സമീപത്തെ ആളിരുന്നതിന് സമീപത്തു നിന്ന് ലഭിച്ച സാധനങ്ങൾ ആ ബന്ധുക്കളെ കാണിക്കുക എന്നുള്ളതാണ്. ബന്ധുക്കളെ കാണിച്ച ശേഷം ഒരു വശത്തെ ആ മതിലൊക്കെ തകർന്ന് കിടക്കുന്നത് കാണിക്കാൻ തോന്നുന്നു. അതൊക്കെ ഇതിൻ്റെ ആഘാതത്തിൽ തകർന്നു പോയതാണ്. ആ ദൃശ്യങ്ങൾ കാണാം. ഏതായാലും അരുൺകുമാർ, ഈ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ ശേഷം ആ സാധനങ്ങളും പാസ്പോർട്ടുകളും സ്വർണ്ണാഭരണങ്ങളും അവർക്ക് കൈമാറുക എന്നുള്ളതാണ് നിലവിൽ കാണുന്നത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. പലതരത്തിലുള്ള പരിശോധനകൾ. ഇന്നലെ നമ്മൾ മൃതദേഹങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞു എന്നൊക്കെയായിരുന്നു കരുതിയിരുന്നത്. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു എയർ ഹോസ്റ്റസിൻ്റെ മൃതദേഹം വാൽ ഭാഗത്ത് നിന്ന് കണ്ടെത്തിയത്. സമാനമായി ഏതെങ്കിലും രൂപത്തിലുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊരു അന്വേഷണം കൂടി ഇപ്പോൾ നടത്തുന്നു. 100 പേരടങ്ങുന്ന NDRF സംഘമാണ് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇതിനുള്ളിൽ ഇപ്പോഴും പരിശോധന നടത്തുന്നത്. JB മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലും സ്റ്റാഫ് ക്വാർട്ടേഴ്സിലും തെരച്ചിൽ തുടരുകയാണ് അരുൺകുമാർ. ഒപ്പം ഏതായാലും ഈ അന്വേഷണം തുടരുന്നതിനൊപ്പം ഇപ്പോൾ ഉദ്യോഗസ്ഥർ വരുന്നതിനൊപ്പം ഇവിടെ പ്രദേശവാസികളാകെ ഇവിടെ എത്തി സ്വന്തം ബന്ധുക്കൾ മരിച്ചിട്ടുണ്ടോ, കാണാതായതാണോ, എവിടേക്ക് പോയി എന്നറിയാതെ സങ്കടപ്പെടുന്ന കാഴ്ച കൂടി നമ്മൾ ഇവിടെ നിന്ന് കാണുകയാണ് അരുൺ. വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ആദിൽ പാലോട് ഇപ്പോൾ ഹോസ്റ്റൽ പരിസരത്ത് നിന്നും പകർത്തുന്ന ദൃശ്യങ്ങൾ. മൃതദേഹങ്ങൾ തിരിച്ചറിയാനാവാത്ത മനുഷ്യർ, മൃതദേഹങ്ങൾ കണ്ടെത്താനാവാതെ ഇപ്പോഴും കാത്തിരിക്കുന്ന മനുഷ്യർ. പ്രത്യേകിച്ച് അപകടമുണ്ടാകുന്ന സമയത്ത് ഈ ഹോസ്റ്റലിൻ്റെ പരിസരത്തുകൂടെ കുറച്ചധികം ആളുകൾ യാത്ര ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അവരിൽ പലരും വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടില്ല. അവരെ കാത്ത് ബന്ധുക്കളിരിക്കുന്നു. അവരുടെ മൃതദേഹങ്ങൾ എവിടെയാണ് ആർക്കറിയാം. വലിയ അഗ്നിഗോളമായി മാറിയ ഒരു വിമാനത്തിൻ്റെ പുകച്ചുരുളുകൾക്കിടയിൽ, തീഗോളങ്ങൾക്കിടയിൽ പെട്ടുപോയ മനുഷ്യരാണ്. എല്ലാം കരിഞ്ഞില്ലാതായിപ്പോയ മനുഷ്യരുണ്ട്. പ്രേക്ഷകർക്കറിയാവുന്നതാണ്, ഈ വിമാനത്തിൽ അപകടങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെയാണ് മൃതദേഹങ്ങൾ കിട്ടുക. തിരിച്ചറിയാൻ പോലും കിട്ടില്ല. എന്തെങ്കിലും ഒന്ന് കിട്ടിയാലായി, എന്തെങ്കിലും ഒരു അടയാളം അത് കിട്ടിയാലായി എന്നതാണ്. അത്രയും താപനിലയായിരിക്കുമല്ലോ ആ സമയത്ത്.